വിഘ്നേശ്വരായ നമഃ. എല്ലാ മാന്യ പ്രേക്ഷകർക്കും ഗ്രീൻ മീഡിയ വിഷൻ ചാനലിന്റെ നക്ഷത്ര ജ്യോതിഷ പങ്ക്തിയിലേക്ക് സ്വാഗതം. നക്ഷത്ര ഫലവുമായി ബന്ധപ്പെട്ട് പല കാര്യങ്ങളും നമ്മൾ പറയുന്നുണ്ട്. അത് ജന്മരാശിയും അല്ലെങ്കിൽ അവരുടെ ജനന സമയമൊക്കെയായി ബന്ധപ്പെട്ട ചില പ്രത്യേകമായ കാര്യങ്ങളാണ് പറയുന്നത്. അപ്പോൾ ആ രാശിയുമായി ബന്ധപ്പെട്ട അല്ലെങ്കിൽ ആ കൂറുമായി ബന്ധപ്പെട്ട വിഷയങ്ങളായിരിക്കും അല്ലെങ്കിൽ ആ തടസ്സങ്ങളൊക്കെ ചിലർക്കുണ്ടാകുന്നത്, അല്ലെങ്കിൽ അതിൻ്റെ സമയം കഴിയുമ്പോൾ ഗൃഹമാറ്റങ്ങളൊക്കെ കഴിയുമ്പോൾ അവർക്ക് നല്ല കാലത്തിലേക്ക് പോകാൻ പറ്റുന്ന ഒരു സമയമൊക്കെ ഉണ്ടാകും. അപ്പോൾ അങ്ങനെ നക്ഷത്രഫലവുമായി ബന്ധപ്പെട്ട് സമ്മിശ്രമായ ഫലങ്ങൾ പറയുമ്പോഴും ചിലർക്ക് ചില രീതികളിൽ അതൊക്കെ ഫലിക്കുന്നുണ്ട് എന്ന് വെച്ചാൽ അവരുടെ രാശി സമയമാണ് അല്ലെങ്കിൽ ജനന സമയത്തിന്റെ പ്രത്യേകതകളാണ്. ശത്രുദോഷങ്ങളും പിതൃദോഷങ്ങളും ഒക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ ഒന്ന് മാറ്റിയെടുക്കണം. ശനിദോഷ പരിഹാരങ്ങളൊക്കെ ചെയ്യേണ്ടതും തീർച്ചയായും ഒരു നക്ഷത്ര ജ്യോതിഷപരമായി നക്ഷത്രങ്ങളുടെ ഏറ്റവും പ്രധാനപ്പെട്ടത് അവരുടെ ദോഷങ്ങളാണ്. ആ ദോഷങ്ങളൊക്കെ മാറ്റിയെടുത്തെങ്കിൽ മാത്രമേ നക്ഷത്രഫലവുമായി ബന്ധപ്പെട്ട് നിങ്ങൾക്കുള്ള ഗുണങ്ങളുണ്ടാവും. അപ്പോൾ ഇന്ന് പറയുവാൻ പോകുന്നത് അനിഴ നക്ഷത്രക്കാരെ കുറിച്ചാണ്. 2025 മെയ് മാസത്തിൽ ജനിച്ച അനിഴ നക്ഷത്രക്കാരുടെ പ്രത്യേകതകളാണ്. അതായത് 1972, അതുപോലെ 1960, 1980, 1984, 1988, 1990 എന്നീ ഇങ്ങനെയുള്ള മാസങ്ങളിൽ മെയ് മാസങ്ങളിൽ പിറന്ന അനിഴ നക്ഷത്രക്കാർക്ക് ഏറ്റവും നല്ല സമയമാണ്. അതായത് ചിങ്ങം മുതൽ അവർക്ക് ഇങ്ങോട്ട് നല്ല സമയങ്ങളൊക്കെ ഉണ്ടായിരുന്നെങ്കിൽ തന്നെയും അവരുടെ ശനിദോഷങ്ങളുള്ളവർക്ക് അത് പ്രാവർത്തികമായിട്ട് വന്നിട്ടില്ല. അതുകൊണ്ട് ഇനി നിഷ്കർഷയോടുകൂടിയ പ്രവർത്തനങ്ങളാൽ നിങ്ങൾക്ക് നല്ല രീതിയിൽ മുന്നോട്ട് പോകാൻ കഴിയും. അനിഴ നക്ഷത്രക്കാർക്ക് 2025 മെയ് മാസം എന്ന് പറയുന്നത് ഒരു സുവർണ കാലഘട്ടമാണ്. അവരുടെ സുവർണമായ അനുഭവങ്ങൾ ഉണ്ടാകുന്ന, നല്ല രീതിയിലുള്ള വിജയങ്ങൾ ഉണ്ടാകുന്ന ഒരു സമയമാണ്. ലോട്ടറി ഭാഗ്യമടക്കമുള്ള സാമ്പത്തിക നേട്ടങ്ങൾ, അതുപോലെ ആസൂത്രിത പദ്ധതികളിലൊക്കെ നല്ല വിജയമുണ്ടാകും, ലക്ഷ്യപ്രാപ്തിയൊക്കെ ഉണ്ടാകും, മികച്ച വരുമാനം ഉണ്ടാകുന്ന ചില ജോലിയിലേക്ക് പ്രവേശിക്കും. അതുപോലെ തന്നെ കച്ചവടങ്ങൾ നടത്തുന്നവർക്ക് ഏറ്റവും നല്ല സമയമാണ്. വിദേശത്ത് പോകാൻ ആഗ്രഹിച്ചിരുന്നവർക്ക് ഏറ്റവും പറ്റിയ സമയമാണ്. അതുപോലെ തന്നെ നിരന്തരമായി ലോട്ടറി എടുത്തിട്ട് ലോട്ടറി ഭാഗ്യം ലഭിക്കാത്ത അനിഴ നക്ഷത്രക്കാർക്ക് ഇത്തവണ ഉറപ്പായും ലോട്ടറി ഭാഗ്യം ഉണ്ടാകും എന്നുള്ളതാണ്. വൻ നേട്ടങ്ങളല്ല പറയുന്നത്, നിങ്ങൾക്ക് അത്യാവശ്യമുള്ള പണം നിങ്ങൾക്ക് ലഭിക്കും. കുബേര യോഗമാണ് ഈ മെയ് മാസത്തിൽ കാണുന്നത്. അതുപോലെ തന്നെ പൂർവിക സ്വത്തിൽ നിങ്ങൾക്ക് ഗൃഹനിർമ്മാണം ആരംഭിക്കാൻ പറ്റിയ സമയമാണ്. ജീവിത യാഥാർത്ഥ്യങ്ങളെ മനസ്സിലാക്കി പ്രവർത്തിക്കുന്ന സമയം കൂടിയാണ്. അതിലും വിജയവും സമാധാനവും സ്വസ്ഥതയും ഒക്കെ അനുഭവപ്പെടും അനിഴ നക്ഷത്രക്കാർക്ക്. 1965 ജനിച്ചവർക്കാണെങ്കിൽ സംഘടിത ശ്രമങ്ങൾ വിജയിക്കുകയും ജോലി രംഗത്ത് പല ചുമതലകൾ ഏറ്റെടുക്കുവാനും ശുഭസൂചകങ്ങളായ പ്രവർത്തനങ്ങളിൽ ആത്മാർത്ഥമായി പ്രവർത്തിക്കുവാനും രാഷ്ട്രീയ രംഗത്തും സിനിമ അതുപോലെ മറ്റുള്ള കലാമേഖലകൾ പ്രവർത്തിക്കുന്നവർക്ക് അനിഴ നക്ഷത്രക്കാർക്ക് നല്ല ഉയർച്ച ഉണ്ടാകും. അതുപോലെ സാഹിത്യ രചനകൾ, അതുപോലെ പുനരാവിഷ്കരണം ചെയ്യുന്ന പല പരിപാടികൾ ജനശ്രദ്ധയ്ക്ക് വഴിയൊരുക്കുന്ന സമയമാണ്. ശുഭാപ്തി വിശ്വാസം ആവാമെങ്കിലും അമിതമായ ആത്മവിശ്വാസം വേണ്ട. കലാകായിക മേഖലകളിൽ പരിശീലനം തുടരുന്നവർ അതുപോലെ തന്നെ മുന്നോട്ട് പോകണം. അതുപോലെ തന്നെ 1972 ജനിച്ച അനിഴ നക്ഷത്രക്കാർക്ക് ആത്മാർത്ഥ സുഹൃത്തിനെ അബദ്ധങ്ങളിൽ നിന്ന് രക്ഷിക്കുവാനുള്ള ഒരു നല്ല അവസരം വന്നിരിക്കും. നിശ്ചയദാർഢ്യമാണ് അനിഴ നക്ഷത്രക്കാർ ഏറ്റവും വലിയ പ്രത്യേകത. വിചാരിക്കുന്ന എല്ലാ കാര്യങ്ങളും നേടണമെന്ന് ആഗ്രഹിക്കുമെങ്കിലും ചിലതൊക്കെ അവർ കൈവിട്ടു പോകുമെങ്കിലും കുറച്ച് പ്രായം കഴിയുമ്പോഴെങ്കിലും അത് കൈപ്പിടിയിൽ ഒതുക്കുവാനുള്ള ഒരു മനസ്സ് അനിഴ നക്ഷത്രക്കാർക്കുണ്ട്. ലക്ഷ്യപ്രാപ്തി കൈവരും എന്നുള്ളതാണ് ഈ വർഷം. ഈ മെയ് മാസം മുതൽ നിങ്ങൾക്ക് നല്ല മെയ് മാസം ഏറ്റവും നല്ല സമയമാണ്. ഭാവിയെപ്പറ്റി ആശങ്ക തോന്നിയിരുന്നവർക്ക് അതൊക്കെ മാറും. മത്സരങ്ങളിൽ വലിയ വിജയമുണ്ടാകും. അതുപോലെ നഷ്ടപ്പെട്ടിരുന്ന പല കാര്യങ്ങളും തിരികെ ലഭിക്കും. വിഭാവനം ചെയ്ത പദ്ധതികളൊക്കെ അന്തിമ നിമിഷത്തിൽ നിങ്ങൾക്ക് അനുഭവത്തിൽ വന്നു ചേരും. തന്മയത്വമൊക്കെ നിങ്ങളുടെ ജീവിതത്തിന്റെ ഒരു പ്രധാന ഘടകമാക്കി മാറ്റണം. ലക്ഷ്യപ്രാപ്തി കൈവരിക്കാൻ ഏതിവിടം വരെയും പോകുന്നവരാണ് അനിഴ നക്ഷത്രക്കാർ. അതുപോലെ പ്രതിഭാ സംഗമത്തിൽ പങ്കെടുക്കുവാൻ അവസരമുണ്ടാകും. സഹപ്രവർത്തകരുടെയും കീഴ് ജീവനക്കാരുടെയും പിൻബലത്താൽ ഏറ്റെടുത്ത നല്ല കരാറ് ജോലികളൊക്കെ ചെയ്തു തീർക്കുകയും അതിൽ ലാഭം കിട്ടുകയും അവരെ കൂടി സഹായിക്കുകയും ചെയ്യാൻ പറ്റുന്ന ഒരു അവസരമാണ്. അതുപോലെ തന്നെ ഭൂമി വിൽപ്പന തൽക്കാലം നിർത്തിവെക്കുന്ന ഒരു സമയം കൂടിയാണ് പലർക്കും. പക്ഷേ അനിഴ നക്ഷത്രക്കാരുടെ ഭൂമി വിൽപ്പനയിൽ കൂടുതൽ ലാഭങ്ങൾ വരുന്നൊരു സമയമാണ്. നേരത്തെ പറഞ്ഞതുപോലെ വിദേശത്തുള്ളവർക്ക് അവിടെ നിന്നുള്ള ലോട്ടറി ഭാഗ്യമോ, നാട്ടിലുള്ളവർക്ക് ഇവിടെ നിന്നുള്ള ലോട്ടറി ഭാഗ്യമോ, അല്ലെങ്കിൽ സ്വർണമോ പണമോ നിധിയോ ഒക്കെ പല രീതിയിൽ ലഭിക്കാനുള്ള ഒരു കുബേര തുല്യമായ സമയമാണ് അനിഴ നക്ഷത്രക്കാർക്ക്. 1980 ജനിച്ച അനിഴ നക്ഷത്രക്കാരുടെ ശനിദശയൊക്കെ ഒന്ന് മാറ്റിയാൽ, അവർക്ക് ശനിദശയിൽ തുറന്ന ചില നക്ഷത്രങ്ങളുണ്ട്, മാറ്റിയെടുത്താൽ അവർക്ക് നല്ലതാണ്. അതുപോലെ തന്നെ 1970 ജനിച്ചവർക്കും അതുപോലെ തന്നെ 82 ജനിച്ചവർക്കും 1990 ജനിച്ചവർക്കും ഏറ്റവും നല്ല സമയമാണെന്ന് പറഞ്ഞാൽ കുടുംബസമേതം യാത്രകൾ പോകാനും വിദേശ യാത്രയ്ക്കും വലിയ വലിയ ക്ഷേത്രങ്ങളൊക്കെ ദർശനം നടത്താനുള്ള അവസരമുണ്ട്. വാഹനങ്ങൾ വാങ്ങുവാനും വീട് വെക്കാൻ കാത്തിരുന്നവർക്ക് അതിനുള്ള അവസരങ്ങൾ
കുടുംബ സ്വത്തുക്കൾ ലഭിക്കുക, അപ്രതീക്ഷിതമായ ധനം വന്നു ചേരുക, ചെറിയ ചെറിയ ബിസിനസ്സുകൾ ചെയ്താൽ അത് പെട്ടെന്ന് തന്നെ ഉയർച്ചയിലേക്ക് പോവുക, സ്വയം തൊഴിൽ തുടങ്ങുവാനുള്ള പദ്ധതികൾ തയ്യാറാക്കുക, ഇതൊക്കെ നല്ലതാണ്. അതുപോലെ സംരക്ഷണ ചുമതലയുള്ള പുത്രന്റെ സമീപനത്തിൽ അഭിമാനം തോന്നുന്ന അച്ഛനമ്മമാരായിരിക്കും ചില അനിഴ നക്ഷത്രക്കാർ. പ്രായമേറി വരുന്തോറും ചിലർക്ക് സാമ്പത്തിക നേട്ടങ്ങൾ ഉണ്ടാകുന്നതായി കാണുന്നുണ്ട്. ആത്മാർത്ഥ സുഹൃത്തിന് സാമ്പത്തിക സഹായം ചെയ്യുന്നവർ ഒരുപാട് പേരുണ്ട് അനിഴ നക്ഷത്രക്കാർ. അതുപോലെ തന്നെ ചില പ്രശ്നങ്ങളിൽ ചിലർക്ക് മാപ്പ് നൽകി കൂടെ നിർത്തുകയും ചെയ്യും. സന്താന ഭാഗ്യത്തിന് അനുയോജ്യമായ സാഹചര്യമാണ് സ്ത്രീക്കും പുരുഷനും. അനിഴ നക്ഷത്രക്കാരായ പ്രണയബദ്ധരായിരുന്നവർക്ക് വിവാഹം കഴിക്കാൻ പറ്റിയ സമയമാണ്. വിദ്യാർത്ഥികളാണെങ്കിൽ അവർക്ക് ഉപരിപഠനത്തിനും അതിനുപരി അവർ ആഗ്രഹിച്ചിരുന്ന ജീവിത മാർഗങ്ങളൊക്കെ തേടിപ്പോകാനുള്ള ജോലിക്ക് വേണ്ടി ശ്രമിച്ചുകൊണ്ടിരുന്നവർക്ക് അതും ഒരു നല്ല രക്ഷാമാർഗമായി വരുന്ന സമയമാണ്. അതുപോലെ അടിസ്ഥാനരഹിതമായ ആരോപണങ്ങളൊക്കെ ഉണ്ടായിരുന്ന് മാറ്റിയെടുത്ത് എല്ലാവരും നല്ല മതിപ്പുണ്ടാകാൻ പറ്റുന്ന സമയമാണ്. അതുപോലെ തന്നെ പഴയ വാഹനം വാങ്ങി പുതിയ വാഹനം വാങ്ങുക, വീട് വെക്കാനുള്ള അടിസ്ഥാനങ്ങളൊക്കെ ഇടാനുള്ള ഒരു സമയമാണ്. അതുപോലെ ഉദ്യോഗത്തിനും അതുമായി ബന്ധപ്പെട്ടുള്ള ഉപരിപഠനത്തിനുമൊക്കെ നല്ല സമയമാണ്. മേലധികാരികളുടെ ആദരവും ബഹുമാനവും ഒക്കെ ചെയ്ത് അങ്ങനെ മുന്നോട്ട് പോകുന്നാൽ അവരുടെ ഒരു പ്രീതിയൊക്കെ നിങ്ങൾക്ക് കിട്ടും. പ്രതിസന്ധികൾ തളരാതെ പ്രവർത്തിക്കുവാൻ ഈ മെയ് മാസം നിങ്ങൾക്ക് പ്രയോജനമാകും. തീർച്ചയായും അനിഴ നക്ഷത്രക്കാരുടെ ജന്മ നക്ഷത്രങ്ങൾ എന്ന് പറഞ്ഞ് ചിലർക്ക് ശനിദോഷങ്ങളൊക്കെ ഉണ്ട്. അതും കൂടി മാറ്റിയെടുത്താൽ നിങ്ങളുടെ ഉന്നതി എന്ന് പറയുന്നത് നിങ്ങൾ പ്രതീക്ഷിക്കാതെ അപ്പുറത്തേക്ക് പോകും. ആത്മപ്രചോദനം ഉണ്ടാകുന്ന ഒരു സമയമാണ്. ബന്ധുവിന്റെ ദുരവസ്ഥയിൽ സാമ്പത്തിക സഹായം ചെയ്യുവാനും ഒക്കെ നിങ്ങൾ മുന്നിട്ടിറങ്ങും. നിങ്ങളുടെ ദാരിദ്ര്യം അല്ലെങ്കിൽ നിങ്ങളുടെ മോശമായ അവസ്ഥ മാറി വരികയാണ്. കുബേര തുല്യമായ ഒരു ജീവിതത്തിലേക്ക് പോവുകയാണ്. പറഞ്ഞതുപോലെ സാമ്പത്തിക നേട്ടങ്ങൾ നിങ്ങൾക്ക് ലോട്ടറി എടുത്തു വെച്ചാൽ അടിക്കും എന്നുള്ളതിന് ഉറപ്പായുമുള്ള ഒരു സമയമാണ് ഈ മെയ് മാസം എന്ന് പറയുന്നത്. 2025 ഈ മെയ് മാസത്തിൽ തന്നെ കുടുംബത്തിൽ സ്വസ്ഥതയും സമാധാനവും, അത് സാമ്പത്തിക നേട്ടം വരുമ്പോൾ അതെല്ലാം ഉണ്ടാകും. ശാരീരികമായ വ്യത്യാസങ്ങൾ ഉണ്ടാകും, ജീവിത രീതികൾ മാറും. അതുപോലെ പരീക്ഷയ്ക്ക് തൃപ്തിയായ വിധത്തിൽ പഠിക്കാൻ ഇരിക്കുന്ന വിദ്യാർത്ഥികൾക്കും മനസ്സിരുത്തി പഠിക്കാൻ പറ്റിയ സമയമാണ്. ഉപരിപഠനം പൂർത്തിയാക്കുന്നവർക്കും ആനുകൂല്യങ്ങളും സ്ഥാനമാനുള്ള ഉദ്യോഗസ്ഥർക്കും ഒക്കെ നല്ലൊരു സമയമാണ്. അനുസൃതമായ പ്രവർത്തനങ്ങളും നഴ്സിംഗ് ജോലികൾ ഏർപ്പെട്ടിരിക്കുന്ന വനിതകൾക്ക് അവരുടെ ജീവിതത്തിൽ വീണ്ടും സർക്കാർ ജോലിയാണെങ്കിൽ ഉയർന്നു പോകാനുള്ള അവസരങ്ങളുണ്ട്. അല്ലെങ്കിൽ നഴ്സിംഗ് പഠിച്ച് വിദേശത്ത് പോകാൻ താല്പര്യമുള്ളവർക്ക് അതിനുള്ള അവസരങ്ങളൊക്കെ വഴിയൊരുക്കും. നിഷ്ഠയോടുകൂടിയ പ്രവർത്തന ശൈലി ലക്ഷ്യപ്രാപ്തിയിൽ എത്തിക്കുവാൻ അനിഴ നക്ഷത്രക്കാരെ സഹായിക്കുന്ന ഒരു സമയമാണ്. അതുപോലെ തന്നെ യുക്തിപൂർവ്വം ചിന്തിച്ച് പ്രവർത്തിച്ച് പ്രതിസന്ധികളെ നിങ്ങൾ തരണം ചെയ്ത് മുന്നോട്ട് പോകാൻ ഏറ്റവും നല്ല സമയമാണ് നിങ്ങളുടെ ജന്മ നക്ഷത്രം എന്ന് പറയുന്നത്. അതുപോലെ തന്നെ നിങ്ങളുടെ ജന്മസമയം എന്ന് പറയുന്നത്. ആ സമയമായൊക്കെ ബന്ധപ്പെട്ട് നിങ്ങൾ നല്ല രീതിയിൽ ശിവഭക്തിയോ അല്ലെങ്കിൽ ഗണപതി ഭക്തിയോ ദേവീ ഭക്തിയോ ഒക്കെ ഉള്ളവരാണെങ്കിൽ അങ്ങനെയുള്ള കാര്യങ്ങളിലൊക്കെ കൂടുതൽ ദൈവത്തോട് അടുത്ത് നിന്നാൽ നിങ്ങൾക്ക് അത് വളരെ പ്രയോജനം ചെയ്യും. ഉപരിപഠനത്തിന് അന്യസംസ്ഥാനത്തെ വിദ്യാഭ്യാസ സ്ഥാനത്തെ ആശ്രയിക്കുന്നവർക്ക് അതിന് ഉള്ള അവസരങ്ങളൊക്കെ വന്നു ചേരും. കീഴ്വഴക്കം മാനിച്ച് പ്രവർത്തിച്ചാൽ ഏറെക്കുറെ നിലനിന്ന് പോകാൻ സാധിക്കുന്ന സമയമാണ് അനിഴ നക്ഷത്രക്കാർക്ക്. നല്ല ഉത്തമമായ സമയമാണ്. അതുപോലെ തന്നെ അതുല്യ പ്രതിഭകളുമായുള്ള ആത്മബന്ധം, വലിയ വലിയ കൂട്ടുകെട്ടുകൾ, പുതിയ ആശയങ്ങൾ സൃഷ്ടിക്കുന്നതിനും ജീവിതഗതിക്ക് വ്യക്തമായ വഴിത്തിരിവുണ്ടാക്കുന്നതിനും ഉപകരിക്കും. ക്ലേശകരമായ വിഷയങ്ങളാണെങ്കിലും സുദ്ധ്യാർഹമായ സേവനം കാഴ്ചവെക്കാൻ അനിഴ നക്ഷത്രക്കാർക്ക് വലിയ കഴിവാണ്. കലാകാരന്മാരാണ്, കലാകാരികളാണ്. ഉദ്ദേശിച്ച രീതിയിൽ തന്നെ ജനങ്ങളിടയിൽ മതിപ്പുള്ളവരാണ്. അതുപോലെ തന്നെ നല്ല പ്രശസ്തിയും പദവിയും ഒക്കെ പെട്ടെന്ന് തന്നെ വന്നു ചേരുന്നൊരു നക്ഷത്രമാണ് അനിഴ നക്ഷത്രം. സാമ്പത്തിക വിഭാഗത്തിൽ കൂടുതൽ ശ്രദ്ധ കേന്ദ്രീകരിക്കാൻ പോവുകയാണ്. നല്ല നല്ല അവസരങ്ങൾ വരും. ജീവിതം ശുഭകരമാവും. എല്ലാ രീതിയിലും മുന്നോട്ട് പോകാൻ പറ്റും. ഇതൊക്കെയാണ് അനിഴ നക്ഷത്രക്കാരെ കുറിച്ച് പറയാനുള്ളത്. വിശദമായ വിവരങ്ങൾക്ക് താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക. അപ്പോൾ ഇനിയും ഇതുപോലെ ഒരു പുതിയ നക്ഷത്ര ജ്യോതിഷ പങ്ക്തിയുമായി നിങ്ങളുടെ മുന്നിലേക്ക് എത്തുന്നതായിരിക്കും. ഇതുവരെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം. എല്ലാവർക്കും നല്ല നമസ്കാരം.